മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 119 സങ്കീർത്തനം 24 തിരുവചനം. അവിടുത്തെ കൽപ്പനകളിലാണ് എൻ്റെ ആനന്ദം. സങ്കീർത്തകൻ ഹൃദയം തുറന്ന് നമ്മോട് പങ്കുവെക്കുകയാണ്. ഞാൻ ആനന്ദിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിലാണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആനന്ദം ദൈവത്തിൻ്റെ വചനമാകണം. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും പ്രാർത്ഥിക്കുന്നത് വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അനേകം ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, അവരുടെ ജീവിതങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ കഴുകപ്പെട്ട് വിശുദ്ധിയുള്ള ജീവിതങ്ങളായി മാറുവാൻ, സഭയ്ക്കും കുടുംബത്തിനും അനേകം ആയിരങ്ങൾക്ക് അവർ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആയിരിക്കുന്നിടത്ത് കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. വിശ്വാസം നഷ്ടപ്പെട്ട, ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട പതിനായിരങ്ങളിലേക്ക് കൃപ വർഷിക്കണമേ. അവരെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും കർത്താവേ വചനമയച്ച് കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ജനലക്ഷങ്ങളിലേക്ക് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം വലിയ ആനന്ദത്തോടെ നമ്മളെല്ലാവരും ആത്മാവിൽ നിറയുവാൻ ഒരുമിച്ച് പാടി സ്തുതിക്കുന്നു. We worship Lord. ഹല്ലേലൂയ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. ആഗ്രഹത്തോടെ പാടുകേ. വരിക വരിക പരിശുദ്ധാത്മാവേ, അനേകം ആയിരങ്ങളിലേക്ക് വരിക. പുതിയൊരു ശക്തി, കൃപ നീ ചൊരിയണമേ. വലിയ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നമ്മൾ എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് നദി പോലെ നിറഞ്ഞൊഴുകട്ടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളിലേക്ക്, ദുഃഖ ദുരിതങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആത്മാവേ ആയിരങ്ങളിൽ ആയിരങ്ങളിൽ അനുഗ്രഹത്തിന്റെ നദിയായി, കൃപയുടെ നദിയായി, വചന നദിയായി നിറഞ്ഞൊഴുകണമേ. റിലീസ്, റിലീസ്. പുതിയൊരു ജനനം നൽകും
പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തി ശക്തിയിൽ ഉണരാൻ കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ. എല്ലാവരും ആഗ്രഹത്തോടെ പറഞ്ഞേ, കൃപ നീ ചൊരിയണമേ. ഞങ്ങൾ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, ഞങ്ങൾ നിയോഗങ്ങളിലേക്ക് കൃപ ചൊരിയണമേ, കൃപ 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 ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവകൃപയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ കൃപയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ഇന്നത്തെ ശുശ്രൂഷകളിൽ കത്തിപ്പടരണമേ, പതിനായിരങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലഘട്ടത്തിന് അഭിഷേകമായി കൃപയുടെ ആത്മാവായി വചനശക്തിയായി സൗഖ്യത്തിന് വിടുതലിന്റെയും അഗ്നിയായി ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. പാപശക്തികളെ തകരട്ടെ, രോഗക്കെട്ടുകള് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, ശാപമുഖങ്ങള് ഒടിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആധിപത്യം അധികാരവും ഓരോ കുടുംബത്തിലും വെളിപ്പെടട്ടെ. കർത്താവേ, കുടുംബങ്ങളിൽ ഉലാത്തണമേ. വർഷവർഷങ്ങളായി സാത്താൻ ഇട്ടിരിക്കുന്ന പല വിധത്തിലുള്ള അടിമത്തത്തിന്റെ കെട്ടുകളിൽ നിന്ന് ഓരോ കുടുംബത്തെയും വിമോചിപ്പിക്കണമേ. ഗ്ലോറിയ, ഗ്ലോറിയ. കർത്താവേ, കരം നീട്ടി നിങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. കണ്ണുനീരോട് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെ കണ്ണീര് കണ്ട് കർത്താവേ അവരനുഗ്രഹിക്കണമേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, തലമുറകൾ അനുഗ്രഹിക്കണമേ, തകർന്ന ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അഭിഷേകത്തിൽ വളരാൻ കഴിയാതെ വേദനിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിന് നദിയായി പരിശുദ്ധാത്മാവേ പതിനായിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ. റിലീസ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. താങ്ക് യു, താങ്ക് യു ലോർഡ്. യേശുവേ നന്ദി, പിതാവേ കർത്താവേ, അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ കുടുംബങ്ങളിൽ മുഴങ്ങട്ടെ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും, ഞങ്ങൾ രൂപാന്തരപ്പെടും, ഞങ്ങൾ ആത്മനിറവുള്ളവരാകും. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിലപ്പെട്ടത് വിലയേറിയതായി സൂക്ഷിക്കുക. വിലപ്പെട്ടത് വിലയേറിയതായി സൂക്ഷിക്കുക. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം തിരുവചനം. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് പറയുന്നത്? ഫിലദൽഫിയ സഭയെ നോക്കി കർത്താവ് പറയുകയാണ്, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. വളരെ പ്രാധാന്യതയുള്ള ഒരു തിരുവാക്യമാണിത്. ഇന്ന് ഈ വചനത്തിലൂടെ നമ്മോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ഞാൻ വേഗം വരുന്നു. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് പറയുന്നത്? കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ. എന്താണ് ഈ കിരീടം? കിരീടം എല്ലാവർക്കും ഉള്ളതല്ല.
അത് രാജകീയമായ പദവിയെ സൂചിപ്പിക്കുന്നതാണ്. മാമോദീസ് എന്ന കുദാശയിലൂടെ നമ്മൾ ഓരോരുത്തരും രാജകീയ പുരോഹിത ജനമായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ രാജകീയ ശുശ്രൂഷയിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും. നിന്റെ കിരീടം ഇത് ദൈവം നമുക്ക് അവകാശമായി തന്നതാ. നമ്മുടെ വിശ്വാസം, നമ്മുടെ ജീവിത വിശുദ്ധി, നമ്മുടെ വിശ്വസ്തത, നമ്മുടെ സമർപ്പണം, കർത്താവിന് യോഗ്യമായ നമ്മുടെ ബന്ധങ്ങൾ, ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കണം. നമ്മളിത് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കിരീടം നഷ്ടപ്പെട്ടു പോകും. നമുക്കറിയാം, സാവൂളിൻ്റെ കിരീടം നഷ്ടപ്പെട്ടു. കർത്താവ് അത് ദാവീദിന് കൊടുക്കുകയാണ്. യൂദാസിന്റെ കിരീടം, അപ്പോസ്തല സ്ഥാനം നഷ്ടപ്പെട്ടു. അവനത് കാത്തു സൂക്ഷിച്ചില്ല. ദ്രവ്യാഗ്രഹം മൂത്ത് കർത്താവിന് ഒറ്റിക്കൊടുക്കുവാൻ യൂദാസ് തയ്യാറാവുകയാണ്. ആ കിരീടം മത്തിയാസിന് ലഭിച്ചു. എൻ്റെ സഹോദര സഹോദരി, ഈ വിശ്വാസ യാത്രയിൽ ദൈവം നമുക്ക് അവകാശമായി തന്നിരിക്കുന്ന കിരീടം നമ്മൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. വീണ്ടും തീത്തീരയിലെ സഭയെ നോക്കി കർത്താവിൻ്റെ ആത്മാവ് പറയുക, വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ തിരുവാക്യം, എന്തെന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ ഞാൻ വരുവോളം മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കണം. ഈ വചനം ഞാൻ ധ്യാനിച്ചപ്പോൾ അതെൻ്റെ ഹൃദയത്തിന് വല്ലാത്ത ഒരു പ്രകാശം തന്നു. ഞാൻ വരുവോളം നിങ്ങൾ സ്വീകരിച്ച കാര്യങ്ങളെ മുറുകെ പിടിക്കണം. നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തെ, നമ്മുടെ സമർപ്പണത്തെ, നമ്മിലുള്ള വിശ്വസ്തതയെ, നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കണം. നമുക്കറിയാം, വിശ്വാസത്യാഗം സംഭവിച്ച ഒരു തലമുറയിൽ നമ്മൾ ജീവിക്കുന്നത്. പ്രണയിച്ച പുരുഷനെ കിട്ടാൻ, പ്രണയിച്ച സ്ത്രീയെ കിട്ടാൻ വിശ്വാസം വിട്ടുകളയാൻ മടിയില്ലാത്ത ഒരു തലമുറ. ഞാനിപ്പോൾ ഓർക്കുകയാണ്, കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു കുടുംബം വളരെ ദുഃഖത്തോടെ എന്നെ കാണുവാനായിട്ട് വന്നു. ആ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് 3 പെൺകുഞ്ഞുങ്ങളെ തന്നു. ഇവൾ മൂത്ത കുഞ്ഞാണ്. ഇവളെ MBA വരെ ഞങ്ങൾ പഠിപ്പിച്ചു. ഞങ്ങൾ അവൾക്ക് വിവാഹാലോചന നടത്തിയപ്പോൾ അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ കല്യാണം വേണ്ട, ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മാതാപിതാക്കൾക്ക് എന്തോ ഒരു സംശയം തോന്നി. അവർ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, 10-ാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ലാത്ത ഒരു അക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരനുമായി ഈ പെൺകുട്ടി രജിസ്റ്റർ മാരേജ് ചെയ്തിരിക്കുക. മാതാപിതാക്കൾ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അവരിതറിഞ്ഞപ്പോൾ ആകെ തകർന്നു പോയി. അപ്പനും അമ്മയും കണ്ണുനീരോടെ പറഞ്ഞു, സഹോദര, ഞങ്ങൾ അതുപോലെ പോറ്റി വളർത്തിയതാണ്. ഞങ്ങളുടെ മകളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇവള് മൂത്ത കുഞ്ഞ, ഇനി താഴെ 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അവർ ഇവളെ കണ്ടുകൊണ്ടാണ് വളരുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അവർ വാവിട്ട് കരയാൻ. എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. ഞാൻ ആ മാതാപിതാക്കളെ അല്പസമയം മാറ്റി നിർത്തിയിട്ട് ഈ പെൺകുട്ടിയോട് ചോദിച്ചു, ഞാൻ കേട്ടത് സത്യമാണോ? അവൾ വളരെ തൻ്റെ ഇടത്തോടെ എന്നോട് പറയാ, സത്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു, മോളെ, നമുക്ക് നമ്മുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതല്ലേ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കണം. അവൾ പറഞ്ഞു, വിശ്വാസോ? ആർക്ക് വേണം വിശ്വാസം? നിങ്ങൾ എന്നെ ഈ പറയുന്നത്? വിശ്വാസോ? അതിനൊന്നും വലിയ കാര്യമില്ല, ആർക്ക് വേണം വിശ്വാസം? അവള് പുച്ഛിക്കുകയാണ്. ഞാൻ അവളോട് പറഞ്ഞു, മോളെ, ഈ ലോക ജീവിതത്തോടു കൂടി നമ്മുടെ ജീവിതം അവസാനിക്കാനുള്ളതല്ല. ഈ ജീവിതത്തിനപ്പുറം നമുക്ക് മറ്റൊരു ജീവിതമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. അവള് തുറന്നടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിത്യതയിൽ വിശ്വസിക്കുന്നില്ല, അതൊക്കെ ചുമ്മാ കെട്ടുകഥകളാ, നിത്യതയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, സഭയോ? സഭ അത് എനിക്ക് വിഷയമല്ല. നിന്റെ മാതാപിതാക്കളോ? അവള് പറഞ്ഞു, എനിക്ക് അതൊന്നും വിഷയമല്ല. നിന്റെ 2 സഹോദരിമാരോ? അവള്
ചങ്കൂറ്റത്തോടെ പറയാ, എനിക്കതൊന്നും വിഷയമല്ല, എനിക്ക് വിഷയം അവനാ. എനിക്ക് അവനെ ബോധിച്ചു, എനിക്ക് അവൻ ഇഷ്ടപ്പെട്ടു, അവനെ കിട്ടുവാൻ ഞാൻ എന്തിനും തയ്യാറാണ്. ഏകദേശം 10-21 വയസ്സ് പ്രായമുണ്ട് ഇവൾക്ക്. പ്രണയിച്ച പുരുഷനെ കിട്ടുവാൻ, ശരീരത്തിന് നൈമിഷികമായ സുഖത്തിനു വേണ്ടി താൻ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തെ വിട്ടുകളയാൻ മടിയില്ലാത്ത ആ പെൺകുട്ടി. ഞാൻ പറയട്ടെ, ഇതൊരു പെൺകുട്ടിയുടെ മാത്രം അനുഭവമല്ല. ഇന്ന് അനേകരെ ലോകത്തിന്റെ ഭോഗേച്ഛയ്ക്ക് വേണ്ടി, ലൗകികമായ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തെ അവർ വിട്ടുപേക്ഷിക്കുകയാണ്. അവരുടെ ജീവിത വിശുദ്ധിയെ അവർ കളങ്കപ്പെടുത്തുന്നു. ഇവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി വരുന്നത്. നിങ്ങൾക്ക് ലഭിച്ചതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ വചന സന്ദേശം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിലൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കായി നൽകുന്നത്. അവിടെ നാബോത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ജസ്രേൽക്കാരനായ നാബോത്ത്, ജസ്രേലിൽ സമരിയ രാജാവായ ആഹാബിൻ്റെ കൊട്ടാരത്തിനടുത്ത് അവനൊരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. 2-ാം വചനത്തിൽ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, ഒരു ദിവസം രാജാവായ ആഹാബ് നാബോത്തിനടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് പച്ചക്കറി തോട്ടമുണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോപ്പ് എനിക്ക് നൽകണം. കൊട്ടാരത്തിന് സമീപത്താണല്ലോ ആ മുന്തിരിത്തോട്ടമുള്ളത്, നീ അതെനിക്ക് തരിക. അതിനേക്കാൾ നല്ല മെച്ചമുള്ള ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. പണമാണ് വേണ്ടതെങ്കിൽ അതിനാവശ്യമായ വിലയും ഞാൻ തരാം. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്തുള്ള നാബാന്റെ മുന്തിരിത്തോട്ടത്തിൽ രാജാവായ ആഹാബ് ആകൃഷ്ടനാവുകയാണ്. തനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ നാബോത്തിനടുത്ത് വന്ന് അവൻ പറയും, ആ തോട്ടം എനിക്ക് വേണം, ഞാൻ അതിനേക്കാൾ നല്ല മുന്തിരിത്തോട്ടം നിനക്ക് തരാം. ഒരു ഓഫർ വയ്ക്കുകയാണ്. നാബോത്തിന് മുൻപിൽ ആഹാബ് നല്ലൊരു ഓഫർ കൊടുക്കുകയാണ്. ഈ ഓഫറിൽ ആകൃഷ്ടനായി തൻ്റെ മുന്തിരിത്തോട്ടം വിട്ടുകൊടുക്കാൻ വേണ്ടി ആഹാബ് പറയും, നിനക്ക് മെച്ചമുള്ള മുന്തിരിത്തോട്ടം, ഇനി ഇതിനാവശ്യമായ നിനക്ക് പണമാണ് വേണ്ടത്, ഞാൻ പണം തരാം. നിനക്ക് എന്താണ് വേണ്ടത് ഞാൻ തരാം, ഞാൻ അതിന് റെഡിയാ, നീ ഒന്ന് പറയാൻ പറഞ്ഞു. 3-ാമത്തെ വചനത്തിൽ വചനം വെളിപ്പെടുത്തുകയാണ്. നാബോത്ത് ആഹാബിനെ നോക്കി പറയുകയാ, എൻ്റെ പിതൃസ്വത്ത് വിൽക്കുവാൻ കർത്താവ് ഇടവരുത്താതിരിക്കട്ടെ. തുടർന്ന് വളരെ ധീരതയോടെ നാബോത്ത് പറയും, എനിക്ക് അവകാശമായി ലഭിച്ച ഈ പിതൃസ്വത്ത് ഞാൻ നിനക്ക് തരികയില്ല. നീ എന്തൊക്കെ ഓഫറുകൾ എനിക്ക് തന്നാലും, എത്രമാത്രം നല്ല മുന്തിരിത്തോട്ടം നീ എനിക്ക് നൽകിയാലും, എനിക്ക് അവകാശമായി ലഭിച്ച എൻ്റെ ഈ സമ്പത്ത് ഞാൻ നിനക്ക് വിട്ടുതരികയില്ല. എന്ത് ധീരതയാർന്നൊരു തീരുമാനമാണത്. ആത്മീയ ജീവിതമായി ഈ വചനത്തെ ഒന്ന് ബന്ധപ്പെടുത്ത്, നമ്മളൊന്ന് കണക്ട് ചെയ്യേ. ഈ നാബോത്തിൻ്റെ തീരുമാനമാണ് ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മളെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാനാണ് കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തി മരിച്ച് നമുക്ക് രക്ഷ പ്രദാനം ചെയ്തത്, രക്ഷ നൽകിയത്. നാബോത്ത് പറയാ, നീ എന്തൊക്കെ ഓഫറുകൾ തന്നാലും എൻ്റെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല. ഇന്ന് പിശാച് ഈ ലോകത്തിൻ്റെ നിറങ്ങൾ, ഈ ലോകത്തിൻ്റെ വർണ്ണങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന ലോകമോഹങ്ങൾ അനേകർക്ക് കാണിച്ചു കൊടുത്ത് ഇതിൽ ആകൃഷ്ടരായി ഇന്ന് അനേകമായിരങ്ങൾ തങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നു. തങ്ങളുടെ ജീവിത വിശുദ്ധിയെ അവരെ വിട്ടുകളയുന്നു, തങ്ങളുടെ സമർപ്പണത്തെ കെടുത്തിക്കളയുന്നു, തങ്ങളുടെ ബന്ധങ്ങളെ അവർ ദുരുപയോഗിക്കുന്നു. ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ പരിശുദ്ധമായ വചനവേദിയിൽ നിന്ന് നമുക്ക് പബ്ലിക്കായി പറയാൻ കഴിയാത്ത വിധം ഈ തലമുറ മ്ലേച്ഛമായ തലമുറയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു ശുശ്രൂഷയ്ക്ക് ഒരു സ്ഥലത്ത് കടന്നു ചെന്നപ്പോൾ ഒരു പെൺകുട്ടി അവൾ പൊട്ടിക്കരഞ്ഞ് ഓടി വന്നതിനോട് പറഞ്ഞു, സഹോദര പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി?
അവള് പറഞ്ഞു, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് വിലപ്പെട്ടതായി ഉണ്ടായിരുന്നതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. കുറ്റബോധം കൊണ്ട് നിറഞ്ഞ പെൺകുട്ടി വിധിമ്പിക്കറിയ, ബ്രദർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ചെറുപ്പക്കാരൻ അവൻ എന്നെ പറ്റിച്ചു. അവൻ എനിക്ക് നല്ല നല്ല ഓഫറുകൾ തന്നു, എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത് അതൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞ് ഞാൻ അതിൽ ആകൃഷ്ടയായി അവൻ്റെ വാക്ക് വിശ്വസിച്ചു. അവൻ എല്ലാം എന്നിൽ നിന്ന് അപഹരിച്ചെടുത്തു. എല്ലാം അവന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വലിച്ചെറിഞ്ഞു. ഞാൻ ഫോൺ ചെയ്ത് അവൻ എടുക്കത്തില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ ആവശ്യമില്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇനി എന്നെ നീ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ താൻ അതുപോലെ സ്നേഹിച്ച ഈ പെൺകുട്ടിയെ വിട്ടുകളയുകയാണ്. അവളെ മാതാപിതാക്കൾക്ക് ഈ ബന്ധം അറിയില്ല. അവൾ എന്നോട് പറഞ്ഞു, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ചരിത്രം, എൻ്റെ വെർജിനിറ്റി എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇതാ പെൺകുട്ടിയുടെ മാത്രം ഒരു അനുഭവമല്ല. ഇന്ന് എന്തുമാത്രം വ്യക്തികളാണ് ഈ വിധം വഞ്ചിക്കപ്പെടുന്നത്. വിലപ്പെട്ടത് വിലയേറിയതായി കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ അനേകം വഞ്ചനകളിൽപ്പെട്ട് തങ്ങളുടെ വിശ്വാസത്തെ, വിശുദ്ധിയെ, സമർപ്പണത്തെ നഷ്ടപ്പെടുത്തി കഴിയുന്ന പതിനായിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ നിലപാട് നാബോത്തിന് നിലപാടായിരിക്കണം. അനേകർ വന്നിട്ട് ഇതുപോലെ പല ഓഫറുകളും തരും. ഈ ഓഫറുകളിൽപ്പെട്ട ഇന്ന് എന്തുമാത്രം കുടുംബങ്ങളെ തകരുന്നത്. ഞാൻ ഈ മെസ്സേജിന് വേണ്ടി പ്രാർത്ഥിച്ചുരങ്ങുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തുണർത്തി. ഈ വിധം തകർന്നിരിക്കുന്ന പതിനായിരങ്ങൾ ഈ നാളുകളിലുണ്ട്. എൻ്റെ ദൂത് അവരറിയിക്കുക, എൻ്റെ മെസ്സേജ് അവർക്കായി പങ്കുവെക്കുക. നമ്മളാരും നിരാശിതരാകരുത്. ഈ വിഷയത്തിൽ തകർക്കപ്പെട്ടൊരു വ്യക്തിയാണോ നീ? നീ കർത്താവിൻ്റെ കരം പിടിക്ക്. നീ കർത്താവിന് നിന്റെ ഹൃദയം തുറക്ക്. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം കൂട്ടിച്ചേർക്കുവാൻ മതിയായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. നാബോത്ത് ഇത് പറഞ്ഞപ്പോൾ വളരെ സങ്കടത്തോടെ ആഹാബ് തിരിച്ചുപോയി. അവൻ ദുഃഖഭാരത്തോടെ കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവൻ്റെ ഭാര്യ ജസബേൽ വന്ന് അവനെ വിളിച്ചുണർത്തിക്കൊണ്ട് ചോദിക്കും, അങ്ങ് എന്തിനാണ് ദുഃഖിതനായി ഈ കട്ടിലിൽ കിടക്കുന്നത്? ആഹാബ് പറയും, ഞാൻ നാബോത്തിനടുത്ത് ചെന്ന് മുന്തിരിത്തോട്ടം ചോദിച്ചു. അവൻ പറഞ്ഞു, എന്തൊക്കെ ഓഫറുകൾ തന്നാലും ഞാനത് വിട്ടുതരികയില്ല. ജസബേൽ ചോദിക്കും, അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത്? അങ്ങൊരു രാജാവല്ലേ, അങ്ങ് എന്തിനാ ദുഃഖിക്കുന്നത്? നാബോത്തിന് മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് നൽകാം. രാജാവായ ആഹാബിൻ്റെ മുദ്രമോതിരം ഉപയോഗിച്ച് അവൾ നഗരത്തിലെ ശ്രേഷ്ഠന്മാർക്ക് ഒരു കത്തെഴുതും. ആ കത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങളൊരു ഉപവാസം പ്രഖ്യാപിക്കണം. നാബോത്തിനെ ഏറ്റവും മുൻനിരയിൽ കൊണ്ടുവന്നിരുത്തണം. അവനെതിരെ കള്ളസാക്ഷ്യം പറയാൻ 2 നീചന്മാരെ നിങ്ങൾ കണ്ടുപിടിക്കണം. ദൈവത്തിനും രാജാവിനും എതിരായി ഇവൻ ദൂഷണം പറഞ്ഞുവെന്ന് അവർ കള്ളസാക്ഷി പറയണം. ഇത് കേട്ട് കഴിയുമ്പോൾ ജനം മുഴുവൻ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ജസബലിൻ്റെ തീരുമാനം പോലെ ആ നഗരശ്രേഷ്ഠന്മാർ ഉപവാസം വിളിച്ചു കൂട്ടും. നാബോത്തിനെ വിളിച്ചു വരുത്തി മുൻപന്തിയിൽ അവനെ ഇരുത്തും. കള്ളസാക്ഷികൾ 2 പേരും മുന്നോട്ട് വന്നിട്ട് പറയും, നാബോത്ത് ഇവൻ ദൈവത്തിനും രാജാവിനുമെതിരെ ദൂഷണം പറയും ഞങ്ങൾ കേട്ടു. ഇത് പറഞ്ഞു തീർന്നില്ല, ജനം മുഴുവൻ അവനെ കല്ലെറിയുകയാണ്, അവനെ കല്ലെറിയുകയാണ്, അവനെ കല്ലെറിയുകയാണ്. അവസാനം അവൻ മരിക്കുകയാണ്. ഞാൻ പറയട്ടെ, നാബോത്ത് ഒരു രക്തസാക്ഷിയാണ്. നാബോത്ത് രക്തസാക്ഷിയാണ്. നാബോത്ത് എന്തിനു വേണ്ടിയ രക്തസാക്ഷിയായത്? അവൻ ആ മുന്തിരിത്തോട്ടം ആഹാബിനെ വിട്ടുകൊടുത്തിരുന്നുവെങ്കിലേ, ആഹാബ് പറയുന്ന ഓഫറും സ്വീകരിച്ച് തൻ്റെ അവകാശം ഒന്ന് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ അവന് ഗതികേട് സംഭവിക്കൂ. ഇപ്രകാരം കല്ലേറ് കൊള്ളേണ്ട വല്ല ആവശ്യമുണ്ടോ? അവൻ രക്തസാക്ഷിയാകേണ്ട ആവശ്യമുണ്ടോ? സുന്ദരമായി സുഖമായി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അടിച്ച് പൊളിച്ച് ഈ ജീവിതം അവനെ ആസ്വദിക്കാമായിരുന്നില്ലേ? എന്നാൽ അവന് ഉറച്ചൊരു നിലപാടുണ്ടായിരുന്നു. എനിക്ക് അവകാശമായി ലഭിച്ച എൻ്റെ പിതൃസ്വത്ത് ഞാൻ കാത്തു സൂക്ഷിക്കും. എൻ്റെ സഹോദര സഹോദരി, നമുക്ക് ഇന്ന് വേണ്ടത് ഈ ഒരു സമർപ്പണമാണ്. നാബോത്ത് രക്തസാക്ഷിയായി എന്തിനു വേണ്ടി? തൻ്റെ അവകാശം കാത്തു സൂക്ഷിച്ചതിൻ്റെ പേരിൽ. വെളിപാട് 3:11 ഇതാണ്
പരിശുദ്ധാത്മാവ് സഭയോട് പറഞ്ഞത്, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. ഈ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും തൊഴിൽ മേഖലകളിലും നമ്മുടെ ബിസിനസ് മണ്ഡലങ്ങളിലും നമ്മൾ എവിടെയായിരുന്നാലും ദൈവം തന്ന ഈ കിരീടം നഷ്ടപ്പെടുത്താതെ ഈ ലോകം വിട്ട് നമ്മൾ നിത്യതയിലേക്ക് യാത്രയാകുന്നത് വരെ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നമുക്ക് നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കാം. ഞാൻ ആത്മാവിൽ പറയട്ടെ, ആരൊക്കെ ഈ വിധം തങ്ങളുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്നുവോ അവർക്കായി കർത്താവിൻ്റെ കയ്യിൽ നിത്യമായ ഒരു പ്രതിഫലമുണ്ട്. മങ്ങിപ്പോകാത്ത തേജസ്സിൻ്റെ കിരീടം, ജീവന്റെ കിരീടം, നീതിയുടെ കിരീടം. നമുക്കതിലേക്ക് കണ്ണുറപ്പിച്ച് ഈ വിശ്വാസയാത്ര കൂടുതൽ ശക്തിപ്പെടുത്താം. വ്യക്തിപരമായ നമ്മുടെ നിയോഗത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. സ്നേഹത്തിൻ പൂവിനാവേ എന്നുള്ളിൽ എൻ ശോഭയേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയെ, തിരുസന്നിധിയിൽ ഞങ്ങളെല്ലാം കടന്നു വന്നിരിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും നമ്മളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ യാചനാപൂർവ്വം കരങ്ങൾ നീട്ടിപ്പിടിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, വിലപ്പെട്ടത് വിലയേറിയതായി സൂക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിന് കർത്താവ് തന്നിരിക്കുന്ന അനേകം അവകാശങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസവും ജീവിത വിശുദ്ധിയും നമ്മുടെ സമർപ്പണവും വിശ്വസ്തതയും നമ്മുടെ ബന്ധങ്ങളെല്ലാം കർത്താവിന് യോഗ്യമായ വിധത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ദിവ്യകാരുണ്യ സന്നിധിയിൽ നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ യുവജനങ്ങളും ദൈവിക ജ്ഞാനത്തിൽ കത്തിജ്വലിക്കുവാൻ, എല്ലാ സമർപ്പിതരും പരിശുദ്ധാത്മ ജ്ഞാനത്തിൽ പൂരിതമാകുവാൻ, ദൈവജനം മുഴുവൻ ജ്ഞാനശക്തിയാൽ നിറയപ്പെടുവാൻ ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് ഹൃദയനുറുക്കത്തോടെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് ആത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഇരു കരങ്ങളും കുമ്പിപ്പിടിച്ച് ഈശോ നൽകുന്ന ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അനേകം കുടുംബങ്ങളെ ദൈവിക ജ്ഞാനം കൊണ്ട് കർത്താവ് നിറയ്ക്കുകയാണ്. വിലപ്പെട്ടത് വിലയേറിയതായി സൂക്ഷിക്കാനുള്ള കൃപ തന്ന് ഇതാ 10,000 കർത്താവ് അഭിഷേകം ചെയ്യുന്നു. ലോർഡ് അനോയിന്റ്, അനോയിന്റ്, അനോയിന്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വിശുദ്ധീകരിച്ച കർത്താവേ, ഞങ്ങൾ സുഖപ്പെടുത്തിയ കർത്താവേ, തിരുവചനങ്ങളിൽ ഞങ്ങളെ ബോധ്യങ്ങൾ നൽകിയ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ അഭിയുന്ന റാഫേൽ തട്ടിൽ പിതാവിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ.